ഇന്ത്യൻ ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് ഓൾ ടൈം ഹൈ ഒരു നവംബറിലായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം നേരിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ 2 മാസങ്ങളിലായി ഇപ്പോൾ കാണുന്നുണ്ട്. 1% ഒരു ഇടിവാണ് ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ രേഖപ്പെടുത്തിയത്. 817 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഓഹരിയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് മാർച്ചിന് ശേഷം, അതായത് എസ്പെഷ്യലി ഈ ഒരു വർഷം നോക്കുമ്പോൾ മികച്ചൊരു റിട്ടേൺ ഇന്ത്യൻ ബാങ്ക് രേഖപ്പെടുത്തിയിരുന്നു. ഓൾമോസ്റ്റ് 60% മുകളിലേക്ക് ഒരു റിട്ടേൺ ആണ് ഈ ഒരു ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം വീണ്ടും ഒരു സാധ്യത മുന്നോട്ടുണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? വിഷ്ണു, ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിലും ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 800 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 850 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില PSU സ്റ്റോക്സ്, കാനറ ബാങ്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 145, മേജർ റെസിസ്റ്റൻസ് 154 രൂപയും. സോ ആൻഡ് നമ്മൾ അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 295 ആൻഡ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് 310 രൂപ. 310 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു അപ്പ് മൂവ് കാണാൻ സാധിക്കത്തുള്ളൂ.